ഓൺ ബിഹാഫ് ഓഫ് ദ കോളേജ് ഐ വെൽക്കം യു ഓൾ എന്ന് പല സ്പീച്ചസിലും നമ്മൾ കേൾക്കുന്നതല്ലേ. ഇതിന് പകരം ഇൻ ബിഹാഫ് ഓഫ് ദ കോളേജ് എന്നാണ് പറയുന്നതെങ്കിലോ, അത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് തോന്നില്ലേ. ഓൺ ബിഹാഫ് ഓഫ് ആൻഡ് ഇൻ ബിഹാഫ് ഓഫ്, ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന് മാറ്റാം. ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറയുന്നത് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് എന്നാണ്. ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, വേറൊരാൾക്ക് പകരമായിട്ട്, അതല്ലെങ്കിൽ അവരുടെ ഒരു ഏജൻറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു സ്പോക്സ് പേഴ്സൺ പോലെ ഒക്കെ അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ന് പറയില്ലേ, അവിടെയാണ് ഓൺ ബിഹാഫ് ഓഫ് ഉപയോഗിക്കുന്നത്. The principal signed the document on behalf of the school. പ്രിൻസിപ്പൽ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്തു. ഇവിടെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നത്. ഹീ ഈസ് സൈനിങ് ഫോർ ദ സ്കൂൾ. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ വിൽ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് അവർ ബാച്ച്. ഞങ്ങളുടെ ബാച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും എന്നാണ്. ഐ വിൽ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് അവർ ബാച്ച്. ഇവിടെ ആ ഹോൾ ബാച്ചിൻ്റെ ഒരു പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബാച്ചിൻ്റെ ഒരു വോയിസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും കൂടി സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരാൾ ആ ബാച്ചിനെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ന മീനിങ്ങിലാണ് ഐ വിൽ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് അവർ ബാച്ച് എന്ന് പറയുന്നത്. ദ ലോയർ അപ്പിയർഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ക്ലയൻറ്റ് ഇൻ കോർട്ട്. ലോയർ കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നത് ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ്. ലോയർ ക്ലയൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഓൺ ബിഹാഫ് ഓഫ് എങ്ങനെ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയമില്ലല്ലോ. ഇനി അടുത്തത് ഇൻ ബിഹാഫ് ഓഫ്. ഇൻ ബിഹാഫ് ഓഫ് എന്ന് പറയുമ്പോൾ ഇൻ സപ്പോർട്ട് ഓഫ് എന്നാണ് മീനിങ്. അതല്ലെങ്കിൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ്, ഒരാളുടെ ഗുണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അവിടെ ഒരാളെ റീപ്ലേസ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ അയാളെ പ്രതിനിധീകരിച്ചുകൊണ്ടോ അല്ല. ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി, ഒരാൾക്ക് അനുകൂലമായി എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് ഇൻ ബിഹാഫ് ഓഫ് ഉപയോഗിക്കുന്നത്. ഷീ മെയ്ഡ് ആൻ അപ്പീൽ ഇൻ ബിഹാഫ് ഓഫ് ദ ഫ്ലഡ് വിക്ടിംസ്. അവർക്ക് വേണ്ടി, അവർക്ക് അനുകൂലമായി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഷീ മെയ്ഡ് ആൻ അപ്പീൽ എന്നാണ്. ഷീ സപ്പോർട്ടിങ് ദ വിക്ടിംസ് എന്നാണ് അതിനർത്ഥം. ആ വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന മീനിങ് ആണ്. ഷീ മെയ്ഡ് ആൻ അപ്പീൽ ഇൻ ബിഹാഫ് ഓഫ് ദ ഫ്ലഡ് വിക്ടിംസ്. ഫ്ലഡ് വിക്ടിംസ് എന്നാൽ പ്രളയ ബാധിതർ. അവിടെ വിക്ടിംസിൻ്റെ പ്രതിനിധി ആയിട്ടല്ല, വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന മീനിങ് ആണ് ഇൻ ബിഹാഫ് ഓഫ് ഉപയോഗിക്കുമ്പോൾ വരുന്നത്. ഹീ ഡൊണേറ്റഡ് മണി ഇൻ ബിഹാഫ് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഇവിടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മണി ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി, അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിനെ ബാക്ക് ചെയ്തുകൊണ്ട്, അവിടെയാണ് ഇൻ ബിഹാഫ് ഓഫ്. ഹി ഡൊണേറ്റഡ് മണി ഇൻ ബിഹാഫ് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അവിടെ ഒരു ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. ദ ടീച്ചർ പ്ലീഡഡ് ഇൻ ബിഹാഫ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ടീച്ചർ വാദിച്ചു, കുട്ടിക്ക് അനുകൂലമായി വാദിച്ചു, കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാദിച്ചു എന്നാണ്. ഇൻ ബിഹാഫ് ഓഫ്, ദ ടീച്ചർ ഈസ് സപ്പോർട്ടിംഗ് ദ സ്റ്റുഡൻറ്റ്. ഇൻ ബിഹാഫ് ഓഫ് എന്നതിൻ്റെ ഉപയോഗം വളരെ ഓൾഡ് ഫാഷൻഡ് ആയിട്ട് വരുന്നു. പക്ഷേ ഒരു ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിലോ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫോർമൽ സ്പീച്ചസിലൊക്കെ ഇതുപയോഗിക്കുന്നു. ഡെയിലി കോൺവെർസേഷനിൽ അല്ലെങ്കിൽ മോഡേൺ ഇമെയിൽസിലൊന്നും ഇത് സാധാരണ ആളുകൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്.
പക്ഷേ മലയാളം സംസാരിക്കുന്നവർക്ക് എപ്പോഴും ഇത് കൺഫ്യൂഷനാണ്. കാരണം മലയാളത്തിലാണെങ്കിൽ നമുക്ക് 2 സിറ്റുവേഷനിലും ഉപയോഗിക്കുന്നത് വേണ്ടി എന്ന അർത്ഥത്തിലാണ്. വേണ്ടി എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ വേണ്ടി എന്ന വാക്ക് ഉപയോഗിക്കും. അതല്ല, ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ അനുകൂലിച്ചുകൊണ്ട് എന്ന് പറയുമ്പോഴും വേണ്ടി, ഒരാൾക്ക് വേണ്ടി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടീമിന് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഐ സ്പോക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ ടീം. പരിസ്ഥിതിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഐ സ്പോക്ക് ഇൻ ബിഹാഫ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. ടീമിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ടീമിൻ്റെ പ്രതിനിധിയായിട്ട് എന്നാണ് മീനിങ്, ഓൺ ബിഹാഫ് ഓഫ്. അതേസമയം പരിസ്ഥിതിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിൻ്റെ ഗുണത്തിന് വേണ്ടി എന്ന മീനിങ് ആണ് ഇൻ ബിഹാഫ് ഓഫ് ദ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ ഓൺ ബിഹാഫ് ഓഫ് അതുപോലെ ഇൻ ബിഹാഫ് ഓഫ് എന്ന് ഡിഫറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഐ വിൽ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് മൈ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഇൻ ബിഹാഫ് ഓഫ് മൈ ടീം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ എൻ്റെ ടീമിനെ അനുകൂലിച്ചുകൊണ്ട്, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും എന്നാണ്. അപ്പോൾ ഓർക്കുക, ഓൺ ബിഹാഫ് ഓഫ് എന്ന് ഉപയോഗിക്കുന്നത് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് എന്ന മീനിങ്ങിലാണ്. ഇൻ ബിഹാഫ് ഓഫ് ഉപയോഗിക്കുന്നത് ആസ് എ സപ്പോർട്ടർ എന്ന മീനിങ്ങിൽ ആണ്.